ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് പനിയും ചുമയൊക്കെ ആയിട്ട് സൗണ്ടൊന്നും ഇല്ലായിരുന്നു. ഇത് ഞങ്ങളൊരു മൂന്നാർ പോയതിൻ്റെ ട്രിപ്പ്, 3 ദിവസം ട്രിപ്പ് പോയി അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ കഴിഞ്ഞ മാസമാണ് പോയത്, പിന്നെ വെക്കേഷൻ സമയത്ത്. അപ്പോൾ അനിയത്തി ഫാമിലിയും എൻ്റെ കൂടെ ടിൻ സിസ്റ്ററും ഫാമിലിയും ചേച്ചി ബ്രദറിൻ്റെ മോന്, അങ്ങനെ എല്ലാവരും കൂടെയാണ് ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് രാവിലെ ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ട്രാവലർ പിടിച്ചാണ് പോയത്. അപ്പോൾ 3 ദിവസം ദൂരെ യാത്ര, 3 ദിവസത്തെ യാത്രയായിട്ടാണ് പോയത്. വെക്കേഷനൊക്കെ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഒരനിയത്തിക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ പിന്നെ 4 പേരും, ചേച്ചിയും 3, ഞങ്ങൾ ടിൻ സിസ്റ്ററും അനിയത്തിയും, അങ്ങനെ എല്ലാവരും കൂടെയാണ് പോയത്. ചേച്ചിയുടെ മക്കളും ഒന്നും വന്നില്ല. ഞങ്ങളിങ്ങനെ ഇത്രയും പേരേ ഉള്ളൂ, എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ നടന്ന്, പിന്നെ ഹസ്ബൻഡും അനിയത്തിയുടെ ഹസ്ബൻഡുമാരും ഒക്കെ വെളിയിൽ നിൽക്കുക, റോഡിൽ നിന്ന് തുള്ളിയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് കൂടെ ഒക്കെ നടന്ന് തേയിലത്തോട്ടമൊക്കെ കണ്ട്. ഇടുക്കിയിലൊക്കെ നമ്മൾ ഈ തേയിലത്തോട്ടമൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലൊക്കെ എത്രയോ നല്ല സ്ഥലങ്ങളുണ്ടായിട്ട് നമ്മൾ അവിടെ ഒന്നും അങ്ങനെ പോകാറില്ലല്ലോ. പക്ഷെ എല്ലാവരും പോകണം. ഇടയ്ക്ക് ചെറിയ ഷോർട്ട് വീഡിയോ കണക്കുള്ള വീഡിയോ കയറി വന്നു. വീഡിയോ കുറേ ഉണ്ടായിരുന്നു. ഞാനത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കുറച്ച് സമയപരിധി ഉണ്ടല്ലോ നമുക്ക്, അതുകൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളൂ. ഏഞ്ചൽ തൊപ്പിയൊക്കെ വെച്ച് തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ നടക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വാഗമണ്ണാണ്. അപ്പോൾ വാഗമണ്ണിൽ പോയിട്ടും ഒരുപാട് സ്ഥലങ്ങളൊന്നും അങ്ങനെ കാണാനോ ഒന്നുമില്ല. എൻ്റെ ടിൻ സിസ്റ്ററാണ് കുതിരപ്പുറത്ത് കയറി, ഏഞ്ചൽ കയറി, അനിയത്തിയുടെ മോള് കയറി. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, കാരണം ലെന്ത് കൂടുമല്ലോ. ചെറുതായിട്ട് ചെറിയ ചെറിയ വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അനിയത്തിൻ്റെ ഹസ്ബൻഡും മോളും, പിന്നെ എൻ്റെ ഹസ്ബൻഡ്, ടിൻസിൻ്റെ ഹസ്ബൻഡ്, ചേച്ചി, ഇവരെല്ലാവരും, ഞങ്ങളെല്ലാവരും അവിടെ നിന്നു. പിന്നെ കുറേ നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ വലിയ കാണാനൊന്നും വാഗമണ്ണിലൊന്നും അധികം അങ്ങനെയൊന്നും കാണാനൊന്നുമില്ല. കുറേ സ്ഥലം ഉള്ളിലോട്ടൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഉച്ച സമയമായിരുന്നു, നല്ല വെയിലും. പിന്നെ ഉപ്പിലിട്ടതൊക്കെ മേടിച്ചിരുന്നു, തൊപ്പി, അങ്ങനെ എന്തോ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ അവിടെ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക്. അപ്പം നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ഇതായിട്ട് തോന്നിയ അകത്ത് കയറിയപ്പോൾ ആ ഒരു ക്യാഷിലിരുന്നത് ഒരു വണ്ടി കണ്ടോ, ആ ഒരു കൗണ്ടറാണ് അവിടുത്തെ. ആ കൗണ്ടർ വണ്ടിയുടെ ഒരു ഷേപ്പിൽ, വണ്ടിയാണോ എന്ന് ഇനി അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് നേരെ, പിന്നെ നല്ല ബിരിയാണി, നല്ല ഫുഡ്, അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ തിരിച്ച് നമ്മൾ ഇടുക്കി തന്നെ നമ്മളൊരു ഹോട്ടലിലാണ് രാത്രി സ്റ്റേ ചെയ്തത്. അപ്പോൾ വേറെ സ്ഥലത്തൊക്കെ കറങ്ങി, വാഗമണ്ണിൽ നിന്ന് വരുന്ന വഴിക്ക് വേറെ സ്ഥലത്തൊക്കെ ഇടുക്കി വെള്ളച്ചാട്ടത്തിലൊക്കെ കയറി. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഹോട്ടലിലാണ് രാത്രി സ്റ്റേ ചെയ്തത്. അപ്പോൾ രാത്രിത്തെ ഫുഡും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അവർ തന്നു. 5 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഈസ്റ്ററിന് നമ്മുടെ പള്ളിയിലും പോയി. അതൊക്കെ കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ നേരെ മൂന്നാറിന് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ 8 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ മൂന്നാറിന് പോകുമ്പോൾ 2 സൈഡ് ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളാണ്. 2 സൈഡും തേയിലത്തോട്ടങ്ങളും മലകളും ഇതൊക്കെയാണ്. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ വല്ലപ്പോഴെങ്കിലും പോകണം. പക്ഷെ ഞാനൊക്കെ ആദ്യമായിട്ടാണ്. അനിയത്തിയും അവരൊക്കെ കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട്. മൂന്നാറിന് മോൻ പോയിട്ടുണ്ട്. ഞാനും മോളും ഒക്കെ ആദ്യമായിട്ടാണ് പോകുന്നത് മൂന്നാർ. കാരണം നമ്മളൊന്നാമത് ഇവിടെ ഇല്ലായിരുന്നു, നമ്മൾ പുറത്തായിരുന്നു. അങ്ങനെ 10-16 വർഷം അവിടെയൊക്കെയുള്ള കാഴ്ചകൾ. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഉള്ള ഇത്രയും നല്ല നല്ല കാഴ്ചകൾ മിസ് ചെയ്തല്ലോ. നമുക്കിങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കാണാൻ പറ്റണം എല്ലാവർക്കും. ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ പോയി വല്ലപ്പോഴും വർഷത്തിലൊരിക്കലൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റണം കേട്ടോ. എല്ലാവരും പോകണം. അപ്പോൾ സാമ്പത്തികമൊന്നും അങ്ങനെ നോക്കരുത്. അപ്പോൾ അങ്ങനെ നല്ല നല്ല കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തായിരുന്നു. രാത്രിയായപ്പോൾ അവിടെ എത്തി. ആ റിസോർട്ടാണിത്. ഒരു വലിയ 4 കെട്ടും വീടാണ്. റെൻ്റൊക്കെ കൂടുതൽ. ഒരു ദിവസത്തെ 25,000 രൂപ. 5 റൂമുണ്ട്, ബാത്റൂമും AC ഫാനും ഒന്നും വേണ്ട. അങ്ങനെയുള്ളൊരു വലിയ കോച്ചുന്ന തണുപ്പുമില്ല, എന്നാൽ അങ്ങനെ മഴയൊന്നുമില്ലാത്ത നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ ക്ഷീണിച്ച് ചെന്ന്. പിന്നെ രാത്രി അവർ ഫുഡ് തന്ന്. ഫുഡിന് വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസത്തേക്ക് റെൻറ്റ് 25,000 രൂപ. എൻ്റെ ഓണർ എറണാകുളത്ത് തന്നെ ഓൺലൈൻ വഴി മോൻ ബുക്ക് ചെയ്തതാണ്.
പിന്നെ നടത്തിപ്പുകാരും മാനേജരും ഒക്കെ വേറെ ഉണ്ട്. ഇതിൻ്റെ ബാക്ക് വശം തന്നെ ഇത്രയും റെൻ്റ് അല്ലാതെ 2 റൂമൊക്കെ ഉള്ള ഇത് റിസോർട്ട് ബാക്കിലുണ്ട്. അതിലും ആളുണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിക്കാരോ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഒരു ഫുഡ് തന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും സാലഡും അങ്ങനെ ഒക്കെ ഫുഡ് രാത്രി എല്ലാവർക്കും. അവർ നേരത്തെ നമ്മളോട് ചോദിക്കും ഫുഡ് വേണം, കാരണം ഒരു മലയുടെ മുകളിലാണിത്. ഒരുപാട് വട്ടമലയെന്ന് പറയും, വട്ടമല. അത് ഫേമസ്, മൂന്നാറിൽ വലിയ ഫേമസ് ഒരു സ്ഥലമാണ് വട്ടമലയെന്ന് പറയുന്നത്. അങ്ങനെ അവിടെ റെൻ്റൊക്കെ കൂടുതലാണെന്നാണ് അറിഞ്ഞത്. പിന്നെ വെക്കേഷൻ സമയമായിരുന്നല്ലോ, വലിയ ഈ സൺഡേ സാറ്റർഡേ ഒക്കെ റേറ്റ് കൂടുതൽ. ഞങ്ങൾ ആ ഒരു സമയത്താണ് പോയത്. അല്ലെ ഇടയ ദിവസമൊക്കെ ആണെങ്കിൽ കുറച്ച് റെൻ്റ് കുറയും തോന്നുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ചപ്പാത്തി, പിന്നെ ഇങ്ങനെയൊക്കെ എല്ലാവരും ക്ഷീണിച്ചല്ലോ, എല്ലാവരും കുളിച്ച് റെഡിയായി. പക്ഷെ ഭയങ്കര തണുപ്പെന്ന് പറയാൻ അങ്ങനെ വലിയ അങ്ങ് തണുപ്പില്ല. ഈ ഒരു സമയമായിരുന്നല്ലോ പോയത്, മെയ് ഫസ്റ്റ് വീക്കിലാണ് തോന്നുന്നു. അപ്പോൾ 1 മാസമായി ഇപ്പം. ഇടയ്ക്ക് വീഡിയോ തലതിരിഞ്ഞൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ക്ഷമിക്കുക എല്ലാവരും. കുറേ വീഡിയോ കിടന്നതിനകത്ത് തപ്പിയെടുത്തതാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രിയിൽ താഴെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പാർട്ടിക്കൊക്കെ DJ ഒക്കെ നടത്താനുള്ള ലൈറ്റ് സെറ്റപ്പും പിന്നെ അങ്ങനെ ഫയർ ഡാൻസ് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ എൻജോയ് ചെയ്തു. രാത്രി അവിടെ പോയി താഴെ പോയിട്ട് ഇങ്ങനെ പിന്നെ ഡാൻസൊക്കെ കഴിച്ചു. ചിക്കൻ ചുട്ടതൊക്കെ അവർ തന്നു. അവർ ചോദിക്കുന്നതൊക്കെ വേണമെന്ന്, എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കണം. അതിൻ്റെയൊക്കെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഒരുപാട് ലെന്ത് കൂടുന്നതുകൊണ്ടേ. അപ്പോൾ അങ്ങനെ ഇത് ആട്ടവും പാട്ടവും ഒക്കെ രാത്രി അങ്ങനെ സ്പെൻഡ് ചെയ്ത് വെളുപ്പിനെയൊക്കെ ആയപ്പോഴാണ് എല്ലാവരും കടന്നത്. അങ്ങനെ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. ഫയർ ഡാൻസും ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ പോകാൻ പറ്റുന്നെങ്കിൽ പോകണം കേട്ടോ. പിന്നെ അതിൽ കുറഞ്ഞ റെൻറ്റിൽ കുറച്ച് ആളുണ്ടെങ്കിൽ കുറച്ച് ഇതായിട്ടുള്ള ഇതൊക്കെ റെൻറ്റിനൊക്കെ കിട്ടും. അപ്പോൾ രാവിലെയായി. അപ്പോൾ ഇവരെല്ലാവരും പിള്ളേർ സെറ്റ് എല്ലാം കൂടെ ജീപ്പിൽ വട്ടമലയുടെ മുകളിൽ കൊണ്ടുപോകാൻ പ്രത്യേക റെൻ്റ് 2500 3000 രൂപ അങ്ങാണ്ട് അതിന് റെൻറ്റ് ജീപ്പിന് 3 മണിക്കൂറാണ്. അപ്പോൾ അവർ പിള്ളേർ അനിയത്തിൻ്റെ മോള്, എൻ്റെ മോള് ഏഞ്ചൽ, മോന്, അനിയത്തിയുടെ മാമക്കൾ, ഏറ്റവും ഉള്ള അനിയത്തിയും കൂടെ പോയിട്ടുണ്ട്. പിള്ളേർ മാത്രം പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അവളും പോയി. അപ്പോൾ അവിടെ തന്നെയുള്ളൊരു മാനേജർ ചെറുക്കനാണ് ജീപ്പുമായിട്ട് വന്നത്. അവരുടെ തന്നെ അവിടെ തന്നെ ഉണ്ട് ജീപ്പ്. അപ്പോൾ അത് താഴെ വരും, ഒരുപാട് മുകളിലാണ് ഈ റിസോർട്ടുള്ളത്. അപ്പം അവരെല്ലാം പോകാൻ റെഡിയായി നിന്ന് അവരുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് അവർ പോയത്. ഇനി അവരങ്ങ് തിരിച്ച് അവിടെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് പറഞ്ഞ് അവിടെ ജീപ്പിൽ അവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് രാവിലെ കാണുന്നത്. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നല്ലൊരു മലയുടെ മുകളിൽ നല്ലൊരു വൈബാണ് അവിടെ നിൽക്കുമ്പോൾ. നല്ല കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വരാൻ തോന്നില്ല. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ പൊള്ളുന്ന സമയമാണല്ലോ, ചൂടും വിയർപ്പും. അവിടെ അങ്ങനെയൊക്കെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പോൾ അവിടെയൊക്കെ ഉള്ളവർക്ക് എന്ത് നല്ലതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അധികം വീടുകളൊന്നുമില്ല. പിന്നെ ഈ കൃഷിക്കാരും ഇങ്ങനെയൊക്കെ ഉള്ള കൊച്ചു കൊച്ചു വീടുകളും പിന്നെ കുറച്ച് ദൂരെയൊക്കെ വരുമ്പോഴേ ഉള്ളൂ ഓരോ സിറ്റികൾ കാണുന്നത്. താഴെ ജീപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും അതിൽ കയറി ജീപ്പ് പോകാൻ. അപ്പോൾ അവിടെ മുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഫ്രൂട്ട്സിൻ്റെ തോട്ടം, ഗാർഡന് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവർ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് സ്ട്രോബെറി അങ്ങനെ ഞങ്ങൾ അവർ ടാറ്റായും പറഞ്ഞൊക്കെ വിട്ടു. അവരിനി അങ്ങ് മുകളിൽ ഈ കാണുന്ന വട്ടമലയെന്നാണ് എൻ്റെ പേര്, വട്ടമലയിലാണ് നമ്മുടെ റിസോർട്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഫേമസ് സ്ഥലമാണ്. അതിന് റെൻ്റൊക്കെ കൂടുതലാണെന്നാണ് കേട്ടത്. പിന്നെ ഞങ്ങളപ്പോൾ അത്രയും സമയമുണ്ടല്ലോ അവർ വരുമ്പോഴത്തേക്ക് ഞങ്ങളവിടെയൊക്കെ ബാക്ക് വശമൊക്കെ പോയി കണ്ട്. അവിടെ കുറേ മണിത്തക്കാളി അവിടെ ഉള്ള കൊച്ചു പെണ്ണ് പറഞ്ഞു അത് പിച്ചിയെടുത്ത് വെച്ച് ഇവിടെ ആരും എടുക്കുന്നതല്ല. അങ്ങനെ നമ്മളാദ്യമായിട്ട് കാണുകയില്ലേ. ഞാനതെല്ലാം കുറേ അള്ളിപ്പറിച്ച് വലിച്ചു വാരി കുറച്ചെടുത്ത്. പിന്നെ എൻ്റെ കൂടെ ടിനി സിസ്റ്ററും കുറേ പറിച്ചെടുത്ത്. എൻ്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഈ പൊക്കത്തിങ്ങനെ നിന്നിട്ട് താഴോട്ടിങ്ങനെ മാല പോലെ പിടിച്ച് നമ്മുടെ ചെറിയ മുന്തിരിങ്ങ പോലെ ആ ഒരു ഇതാണ്. ടേസ്റ്റ് തക്കാളിയുടെ തന്നെ, മണിത്തക്കാളി. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണിത് കാണുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ വന്ന വഴിക്ക് റിപ്പിൾ ടീയുടെ ഒരു
പ്രോസസ്സിങ് ഇതുണ്ടല്ലോ, അത് ബാക്ക് വശമാണ്, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഒരു ഷോപ്പിൽ കയറി, എൻ്റെ ഫ്രണ്ടിൽ റിപ്പിൾ ടീയുടെ ഷോപ്പും ഗാർഡനാണിത്, എൻട്രൻസ് ആണത്. അനിയത്തിയുടെ മോളവിടെ നിൽക്കുന്നു. അപ്പം ഞങ്ങൾ ഗാർഡനൊക്കെ കണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. നമുക്ക് വേണ്ടുന്ന ടീയും കാര്യങ്ങളും ഒക്കെ നല്ല സ്പൈസസും എല്ലാം അവിടെ കിട്ടും. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്റ്റേ ചെയ്തു. അവിടെ ഇറങ്ങി ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു. അങ്ങനെ ഗാർഡനൊക്കെ കണ്ടു. എപ്പോഴും എവിടെ പോയാലും പൂവൊക്കെ ചെടിയൊക്കെ ഇച്ചിരി പിച്ചുന്ന സ്വഭാവമുണ്ട് ഇവിടെ. പക്ഷേ പറ്റത്തില്ല, ക്യാമറയും സെക്യൂരിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാത്തിനെയൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് കണ്ട് ആസ്വദിച്ചിട്ട് ഇങ്ങ് പോരുന്നു. അങ്ങനെ ഗാർഡനൊക്കെ കറങ്ങി കണ്ട് അതിൻ്റെ അകത്ത് കയറുമ്പോൾ വലിയ ഒരു ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു ചോക്ലേറ്റ് കമ്പനിയിലാണ് കയറിയത്, റിപ്പിൾ ടീയുടെ. ഇത് പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറി വീഡിയോ എടുത്ത്, പക്ഷേ അതൊന്നും ഞാൻ ഇട്ടില്ല. ഇതൊരു ചോക്ലേറ്റ് കമ്പനി കയറി, ഫാക്ടറി കയറി ഓരോ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തന്നു. കൊക്കോ വെച്ചിട്ട് ചെയ്യുന്നതും റിയലായിട്ടുള്ള ചോക്ലേറ്റ്. അപ്പോൾ അവർ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന്, നമുക്ക് ചോക്ലേറ്റൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്ന്. അങ്ങനെ കുറേ ചെറിയ ഷോർട്ട് വീഡിയോ കണക്കുള്ള വീഡിയോ ഒക്കെയാണ് ഇതിൽ കിട്ടിയത്. പല സൈസ് വീഡിയോ എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടതാണ്. അപ്പോൾ അതിൽ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റൊക്കെ നമുക്ക് തന്ന് കഴിക്കാൻ. ഞങ്ങൾ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റൊക്കെ മേടിച്ചു. 1 കിലോയ്ക്ക് 3000 സംതിങ് രൂപയാണ് കേട്ടോ, റേറ്റ് കൂടുതലാണ്. അപ്പം ഞങ്ങളൊക്കെ കുറേശ്ശെയൊക്കെ എല്ലാവരും ചോക്ലേറ്റൊക്കെ മേടിച്ച് അവർക്കെല്ലാവരും കഴിക്കാനൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി എല്ലാം കണ്ടതാണ്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. എടുത്തിട്ടാലും ഇടാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞല്ലോ വീഡിയോയുടെ ലെന്ത് കൂടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറിയും കണ്ട് പിന്നെ ചോക്ലേറ്റും ഒക്കെ മേടിച്ച്. അപ്പോൾ അയാൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്, ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതുണ്ടാക്കുന്നതും അതെല്ലാം നമുക്ക് കാണാൻ പറ്റി. ചെല്ലുന്നവർക്കെല്ലാം അങ്ങനെ കാണാം. ചോക്ലേറ്റ് ഒരു നല്ലൊരു കമ്പനി ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അങ്ങനെ അതെല്ലാം കണ്ടു. ചോക്ലേറ്റ് എല്ലാം പല പല റേറ്റിനുണ്ട്. ഡാർക്ക് ചോക്ലേറ്റിനൊക്കെ ഭയങ്കര റേറ്റാണ്. അങ്ങനെ ചോക്ലേറ്റൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ എന്താണ് അവിടെ ചോക്ലേറ്റ് ഫാക്ടറി തന്നെ നിൽക്കുവാണ് ഇപ്പോഴും. പിന്നെ അവിടെ ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം പോയി എടുത്ത് എല്ലാവരും റെസ്റ്റ് ചെയ്ത് പിന്നെ എല്ലാവരും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നതാണ്. വണ്ടിയിൽ കയറി 3-ാമത്തെ ദിവസം രാത്രി 1 മണിയായി വീട്ടിലെത്തിയ. വരുന്ന വഴിക്ക് പിന്നെ ഷാപ്പിൽ കയറി ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇടയ്ക്ക് പോയി എൻജോയ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുണ്ട്, എന്താണ് വീഡിയോ ക്ലാരിറ്റിയൊക്കെ കുറവായെന്ന്, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ഒക്കെ ഇങ്ങനെ നമ്മൾ കുറേ വീഡിയോ എടുത്തിട്ട് അതിൽ നിന്ന് എടുത്ത് ഡബ് ചെയ്ത് ഇട്ടതാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും വീഡിയോ കാണുക, എല്ലാവരും എൻജോയ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും ഇതിനൊക്കെ പോകാൻ പറ്റണം, ഫാമിലി ആയിട്ടായാലും. ഇപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ കുട്ടികളും ഒക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് മൂന്നാർ. അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇടയ്ക്കൊക്കെ പോയി അതൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഞങ്ങളുടെ വീഡിയോ വീണ്ടും പറയുകയാണ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. ഓക്കെ, ബൈ ബൈ.